ഇപ്പൊ നമ്മൾ അടുത്ത യാത്ര എങ്ങോട്ടാണെന്നല്ലേ, നമുക്ക് ചെന്നൈ വരെ പോവാം. ചെന്നൈയിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് എന്നാണ് മനേഷ് മൂർത്തി പറയുന്നത്. അപ്പൊ മനേഷ് മൂർത്തി അങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾക്കും പോലല്ലേ, ചെന്നൈ പോലാമാ. വണക്കം. ഇന്നത്തെ യാത്ര ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ, അമ്പത്തൂരിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്ക്. അയ്യപ്പ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രത്യേകതകൾ ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മൾ അമ്പത്തൂരിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചില പ്രത്യേകതകളുള്ള അമ്പലമാണെന്ന് പറഞ്ഞില്ലേ, അതാ ഇത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ശബരിമലയിലെ അതേ മാതൃകയിലാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 18-ാം പടി, അതുപോലെ തന്നെ ഒരു സൈഡിൽ കറുപ്പസ്വാമി, മറ്റു സൈഡിൽ അങ്ങനെ ഈ പറഞ്ഞ ശബരിമലയിൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ശബരിമലയിലെ സീസൺ സമയത്ത് മാത്രമാണ് കേട്ടോ ഇവിടെ ഈ 18-ാം പടി തുറക്കുന്നത്. അതായത് കൃത്യമായി നോമ്പെടുത്ത് ഇരുമുടി കെട്ടെടുത്ത് വരുന്നവർക്ക് മാത്രമാണ് ഈ പടിയിലൂടെ പ്രവേശനം. അതായത് ശബരിമലയിലെ ആചാരങ്ങളെല്ലാം അതുപോലെ തന്നെ സമാനമായ രീതിയിൽ അതുപോലെ തന്നെ പാലിച്ചു പോരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ അമ്പത്തൂരിലെ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. சீசனில் மட்டும் அங்கே தான் சபரிமலையில் என்ன வழிமுறைகளோ அதே மாதிரி தான் இங்கேயும் அங்கே திறக்கும் போது இங்கேயும் படி ஏறுவாங்க. மாதத்தில் 5 நாளில் 5 நாள் அது மட்டும். சீசனில் அங்கே எத்தனை மணிக்கு படி படி ஏறுறாங்களோ அதே மாதிரி தான். ஆனால் அங்கே கோயில் எல்லா நாளும் திறக்கிற இல்லை, ரெகுலராக திறந்துருக்கும். ശബരിമലയിലുള്ളതുപോലെ തന്നെ എല്ലാ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട് കേട്ടോ. മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ കന്നിമൂല ഗണപതി, നവഗ്രഹങ്ങൾ, അങ്ങനെ എല്ലാ ഉപദൈവങ്ങളും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ശബരിമലയിലേക്കൊക്കെ പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇവിടെ വന്നാൽ ഏകദേശം ശബരിമലയുടെ അതേ ഒരു ആംബിയൻസും കാര്യങ്ങളുമൊക്കെ കൃത്യമായി തന്നെ ഉണ്ട്. മാത്രമല്ല അതേ സമാനമായ രീതിയിലുള്ള ആചാരങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും. അതായത് ശബരിമലയിൽ എന്താണോ നടക്കുന്നത് അതേ ആചാരങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്.
അപ്പോൾ അതൊക്കെയാണ് അമ്പത്തൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. മറ്റ് കാഴ്ചകളുമായി വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24.